ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കും. അയാൾക്ക് പക്ഷെ കസേരയിൽ ഇരുന്നാണ് അയാൾ നമസ്കരിക്കുക. അപ്പൊ മുമ്പില് അയാൾ കസേര തൊപ്പിൽ നിന്ന് കുറച്ച് പിറകോട്ടാണ് വെച്ച് നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ പിന്നിൽ വരുന്ന ആളുകൾക്ക് തൊപ്പിന്റെ അതിന് ഗ്യാപ്പ് വരികയും ആളുകൾ അത് കാരണം അയാളെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അയാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കും. അതായത് ഇരിക്കാൻ നിൽക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ഫർദ് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അയാൾക്ക് പ്രയാസമെങ്കിൽ അയാൾ കസേര ഉപയോഗിക്കുന്നു. അതാണ് ചോദ്യത്തിന്റെ ആകെ തുറന്നു തോന്നുന്നു അല്ലേ? ചോദ്യം അതല്ലേ? അതെ. അപ്പൊ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവിടെ അയാൾ നിൽക്കുന്നുണ്ട് എന്നത് കൊണ്ട് അയാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ സഫിന്റെ ഒപ്പം ഒരേപോലെ നമ്മൾ നിൽക്കാൻ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാല് നെഞ്ചോട് ചേർന്ന് തോളോട് ചേർന്ന് മടമ്പ് ഒപ്പമായിട്ടാണല്ലോ നിൽക്കേണ്ടത്. ആ നിലക്ക് അവർ നിൽക്കുമ്പോൾ അവരുടെ കസേര സ്വാഭാവികമായിട്ടും പുറകിലാണ് ഉണ്ടാകുക. അപ്പൊ പുറകിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അവര് സുജൂദ് പോകുന്ന സന്ദർഭത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കസേരയിൽ ഇരിക്കുന്ന ആള് ഒന്നുകിൽ കസേര എന്ത് ചെയ്യണം, മുന്നിലോട്ട് വലിച്ചിടേണ്ടതാണ്. പറഞ്ഞ ബാക്കിലുള്ള ആൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ കസേര അവിടെ നിന്ന് എന്ത് ചെയ്യണം, മുന്നിലേക്ക് വലിച്ചിടുക. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ കസേര മുന്നിലാക്കിയിട്ട് ഇരിക്കുക. വീണ്ടും നിൽക്കുന്ന സമയത്ത് പുറകിലേക്ക് തന്നെ കസേര ഇടുകയും ചെയ്യുക. ഈ ഒരു രീതി സ്വീകരിക്കാവുന്നതാണ്. അതല്ല ഇയാൾക്ക് കസേര നീക്കാനും ഇതിനൊക്കെ പ്രയാസമാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് കസേര മുന്നിലേക്ക് ഇടുന്നതിന് വിരോധമില്ല. അങ്ങനെ മുന്നിൽ നിൽക്കുന്നതിനും കുഴപ്പമില്ല. കാരണം ബാക്കിലുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കസേര നീക്കിയിടാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ ബാക്കിലുള്ളവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ്.